ഹലോ, അപ്പോൾ നമ്മുടെ ഗാർഡൻ സെറ്റ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചെടിച്ചട്ടികളും പിന്നെ അതുപോലെ തന്നെ ഓർക്കിഡ് നടാനുള്ള ഒരു പോട്ടുമൊക്കെ ഉണ്ട് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു നീളൻ ടൈപ്പ് ചെടിച്ചട്ടിയാണ് കേട്ടോ. ഇത് ഓൺലൈനൊക്കെ കാണുമ്പോൾ ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ഷോപ്പിൽ പോയപ്പോൾ കണ്ടപ്പോൾ ഞാനിത് കൈയോടെ വാങ്ങിച്ചു. ഇത് വലുതല്ല കേട്ടോ, ഒരു മീഡിയം ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിനു മുൻപ് നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതേ ഈ ചെടികളാണ് കേട്ടോ നമുക്ക് ചട്ടിയിലോട്ടൊക്കെ മാറ്റി നടാനുള്ളത്. ഇതൊക്കെ കൂടുതലും ഇലച്ചെടികളാണ്. അപ്പോൾ എൻ്റെ ഓഫീസിലൊരു ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടികളാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ചെടികൾ കൊണ്ടുവന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ കുറച്ച് ചട്ടികൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ചെടി കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ വാങ്ങിയ ചട്ടികളൊന്നും പോരാതെ വന്നു കേട്ടോ. അപ്പം അങ്ങനെ കുഞ്ഞു കുഞ്ഞു ചട്ടികളിൽ എൻ്റെ കയ്യിലുള്ള ചെറിയ ചട്ടികളിൽ അത് തൽക്കാലത്തേക്ക് നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ചെടികൾ ആദ്യം തന്നെ കൊണ്ടുവന്ന് നട്ട് കഴിയുമ്പോൾ ഞാൻ ഈ ഒരു സൺസൈഡിൻ്റെ താഴെയാണ് വെക്കുന്നത്, കുറച്ച് തണൽ കിട്ടാൻ വേണ്ടിയിട്ട്. നട്ട് അപ്പോൾ തന്നെ വെയിലത്ത് വെച്ച് ഞാൻ എന്തായാലും വാടിപ്പോവില്ല. അപ്പം ഞാനിങ്ങനെ ചെയ്യാറാണ് കേട്ടോ പതിവ്. അപ്പോൾ അതേ നിങ്ങൾ കണ്ടില്ലേ, കുറേ കുഞ്ഞു കുഞ്ഞു ചട്ടികളിലായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ചട്ടിയിലേക്ക് മാറ്റി നടണം. കുറേ ചട്ടികൾ ഞാനിവിടെ നിന്ന് ഓൾറെഡി എടുത്ത് മാറ്റി വെയിലത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നട്ട് വെച്ചത് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വെയിലത്തേക്ക് എടുത്ത് മാറ്റി. അപ്പോൾ ഹാങ്ങിങ് ബോർഡിലാണ് ഈ ചെടികളൊക്കെ ഇപ്പോൾ ഇരിക്കുന്നത്. ഞാൻ മുന്നേ വാങ്ങി വെച്ച യൂസ് ചെയ്യാത്ത കുറേ ഹാങ്ങിങ് ബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഞാനിതാ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് വളരുന്ന ചെടികളാണ്, നല്ല വലുതാവണ ചെടികളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വലുതിലേക്ക് മാറ്റി നട്ടേ പറ്റും. പിന്നെ ഇതിന് ശംഖുപുഷ്പം കണ്ടോ, ഇത് ഞാൻ വിത്തിട്ട് പാകി മുളപ്പിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതേ ഈ ഒരു ചെടി ഉണ്ടോ നിങ്ങൾ, ഇതിങ്ങനെ നമ്മൾ ചുമ്മാ മണ്ണിൽ നട്ടു കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് പുല്ല് പോലെ ഇങ്ങനെ മുളച്ച് വരും. പക്ഷേ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം ഞാനിവിടെ കുറച്ച് മണ്ണൊക്കെ കൂട്ടിയിട്ടിട്ട് അതിങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് അത് പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നല്ലോണം വളർന്നു കഴിയുമ്പോൾ ഏത് രീതിയിലിരിക്കുമെന്നൊക്കെ നമുക്ക് നോക്കാം. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഹാങ്ങിങ് ചെടിയാണ്. ചട്ടിയില്ലാത്തതുകൊണ്ട് അതൊരു പ്ലാസ്റ്റിക് കവറിലാണ് തൽക്കാലത്തേക്ക് വെച്ചത്. അപ്പോൾ അതും നമുക്ക് മാറ്റി നടണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഹാങ്ങിങ് ബോർഡ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് വന്നിട്ടില്ല. പിന്നെ അതേ ഉള്ള ഹാങ്ങിങ് ബോർഡിൽ ഇതേ ഇവിടെ കുറച്ചൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കിനി അത് തൂക്കിയിടണം കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന 2 ഹാങ്ങിങ് ബോർഡ് ഇതേ അവിടെ ചെടിയൊക്കെ വെച്ച് ചേട്ടൻ തൂക്കിയിട്ടൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ കുറച്ച് ഹൈറ്റ് കൂടിപ്പോയി, അത് ഞാൻ താത്തിയിടാനുണ്ട് കേട്ടോ. വെള്ളം ഒഴിക്കാൻ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇത് കണ്ടോ. അപ്പോൾ ഈ 2 ഹാങ്ങിങ് ബോർഡ് ഇവിടെ തൂക്കിയിട്ടുണ്ട്. ഒരെണ്ണം ഈ സൈഡിലും പിന്നെ ഒരെണ്ണം ഈ സൈഡിലും ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ കുറേ കൊന്ന പൂത്തിക്കണം കണ്ടോ. എല്ലാ കൊന്നയും വിഷുവിന് മുമ്പേ പൂത്തതാണ് കേട്ടോ. കണ്ട ഹാങ്ങിങ് ബോർഡ് കുറേ നാളായിട്ട് യൂസ് ചെയ്ത് വെച്ചേക്കണമായിരുന്നു. ഒരെണ്ണം ഞാൻ നമ്മുടെ പപ്പിക്കുട്ടന് വെള്ളം ഒഴിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടാ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ, ഗാർഡനിലെ വിശേഷങ്ങൾ. അപ്പം നമുക്ക് പണികൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. കുറേ നേരമായി നമുക്ക് തുടങ്ങാമെന്ന് പറയണം. അപ്പം നമുക്ക് എന്തായാലും തുടങ്ങാം. ഇതും ഒരു ഹാങ്ങിങ് ബോർഡാണ് കേട്ടോ. അന്ന് ഏകദേശം എന്തോ ഒരു 5 എണ്ണമൊക്കെ ഉണ്ടോ ഒരുമിച്ച് ഞാൻ വാങ്ങിയത്. അപ്പോൾ അതൊക്കെ നമ്മൾ തൽക്കാലത്തേക്ക് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ പണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മണ്ണ് തീരെ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വഴിയിൽ നിന്നാണ് ഞാൻ മണ്ണ് കോരി എടുക്കുന്നത്. ഇത് നമ്മുടെ മുറ്റത്തുനിന്ന് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഈ മണ്ണും. അപ്പോൾ ഇവിടെ നിന്നാണ് തൽക്കാലത്തേക്ക് നമ്മൾ മണ്ണൊക്കെ എടുക്കുന്നത്. പിന്നെ ഞാൻ പ്രോട്ടീൻ മിക്സ് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിൽ ഇത് ആ മണ്ണെടുത്ത് കൊണ്ടുവന്ന് അതാണ് ആദ്യത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. റിസ്ക് ആണ് കേട്ടോ ഇവിടെ ചെടി നടല്, വേറെ ഒന്നുമല്ല. റിസ്ക് ആണെങ്കിലും നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് വേറെയാണ് കേട്ടോ. റിസ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് മണ്ണില്ലാത്തതിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചട്ടിക്ക് ഹോൾ ഉണ്ടായിരുന്നില്ല, ഞാനതിപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ ഒരു ഹോൾ ഇടണം. അപ്പോൾ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ഒന്ന് ചൂടാക്കിയിട്ട് ഞാനിത് ഹോൾ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. പക്ഷെ ഭയങ്കര കട്ടിയുള്ളതുകൊണ്ട് തന്നെ ഇത് കയറുന്നില്ലായിരുന്നു. നല്ല ബലത്തിൽ ഹോൾ ഇടണം. അപ്പം അങ്ങനെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ഞാനൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടാ. നല്ല കട്ടിയുണ്ട് ഈ ചട്ടിക്ക്. അപ്പോൾ സാധാരണ മിക്ക ചട്ടിയിലും ഹോളിൻ്റെ ആ ഒരു സ്പേസ് ഉണ്ടാകും. അവിടെ കുത്തുമ്പോൾ തന്നെ പെട്ടെന്ന് ആ ഹോൾ റെഡി ആവാറുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഹോളൊക്കെ ഒരു വിധത്തിൽ ഒപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, കാണാൻ പറ്റണില്ലേ. അപ്പം അങ്ങനെ ഹോളിട്ടു. ഇനി 2-3 ഹോളും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം വെള്ളം പോയില്ലെങ്കിൽ പണി കിട്ടാലോ. അപ്പോൾ നമ്മുടെ പപ്പിക്കുട്ടൻ ചാടി പുറത്തോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഉറക്കത്തിൽ ചെയ്തിട്ട് ഓരോരുത്തരായിട്ട് ആ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മീനൂസും ചേട്ടനൊക്കെ ഉറങ്ങുമായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇതാ എഴുന്നേറ്റ് പുറത്തോട്ട് വന്നിട്ട് ഞാൻ കുറേ നേരമായിട്ട് മീനൂസിനെ വിളിച്ചുകൊണ്ടിരിക്കണത് എൻ്റെ കൂടെ കൂടാനായിട്ട്. പക്ഷേ ആൾ നല്ല ഉറക്കപ്പിച്ചായതുകൊണ്ട് തന്നെ വന്നില്ലായിരുന്നു. അപ്പം ഇപ്പോൾ അതേ വന്നു. പിന്നെ വിശപ്പിൻ്റെ വിളി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഓരോരുത്തരായിട്ട് ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.
ഈ ചട്ടിക്ക് ഹോൾഡ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ നല്ലൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ചൂടാക്കിയ സ്ക്രൂ ഡ്രൈവർ ഒന്നും മുകളിലേക്ക് അങ്ങനെ പെട്ടെന്ന് കയറില്ല. അപ്പം ഞാൻ ചേട്ടനെ ഹെൽപ്പിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ എന്തായാലും ഹോൾഡ് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം നമുക്ക് പറ്റണ പോലെ ചെറിയ ചെറിയ ഹോളൊക്കെ ഇട്ട് ആദ്യം കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പപ്പി റോട്ടിലെ കാഴ്ചയും കൊണ്ട് പതിവ് പോലെ നിൽക്കണ്ടിട്ട്. അപ്പം ഞാൻ എൻ്റെ പണികൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഇത് ചകിരിച്ചോറാണ് കേട്ടോ. ഞാൻ കുറേ നാളായി വാങ്ങി വെച്ചിട്ട്, പക്ഷെ നിറയെ ഉറുമ്പ് വന്നിട്ടാണ്. അതങ്ങനെ അടഞ്ഞ് പുറത്ത് വെച്ചിട്ട് തണുപ്പേറ്റിട്ടോടെന്ന് അറിയില്ല, നിറച്ചും ഉറുമ്പുകൾ വന്നു. അപ്പോൾ അതൊന്ന് വെയിലത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഉണങ്ങിയിട്ട് നമുക്ക് ചെടികളിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ചട്ടികളിലെല്ലാം ഞാൻ മണ്ണ് നിറച്ച് കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് എല്ലാ ചട്ടികളിലും മണ്ണ് നിറച്ച്. അപ്പോൾ ആദ്യത്തെ പടി നമ്മുടെ പൂർത്തിയായി. ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്തേക്ക് കുറച്ച് പ്രോട്ടീൻ മിക്സൊക്കെ മിക്സ് ചെയ്യണം. പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ച ജൈവവളവും ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി ഒരു ബോക്സിൽ, അതായത് നമ്മുടെ ഒരു വലിയൊരു ബോക്സ് ഉണ്ട് പ്ലാസ്റ്റിക്, അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇവിടുത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ജൈവവളം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോട്ടീൻ മിക്സ്. ഇത് ഞാൻ ഒരു ചാക്ക് 250 വാങ്ങിച്ചതാണ്. അപ്പോൾ അത് ഏകദേശം ഇപ്പോൾ തീരാറായിട്ട്. ചകിരിച്ചോറ് ചെറുതായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാലും വെയിൽ നല്ലോണം കൊണ്ട് ഉണക്കി എല്ലാ ഉറുമ്പുകളെയും കളഞ്ഞിട്ട് മിക്സ് ചെയ്യാമെന്ന് ഓർത്ത് കുറച്ച് നേരം കൂടി വെയിലത്ത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതേ മീനും അതിൻ്റെ ഇടയ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ മീനും വന്നിട്ടുണ്ട്. അപ്പോൾ അതേ ചെടികളൊക്കെ നമുക്കിനി മാറ്റി നടണം. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ പപ്പിക്കുട്ടി ഇവിടെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പം മീനൂസ് തന്നെ അതേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മണ്ണ് നിറച്ച് ചട്ടികളൊക്കെ ആദ്യം എടുത്തൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണേ കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണേണ്. അപ്പം നമുക്കിനി മാറ്റി വെക്കാനുള്ള കുഞ്ഞു കുഞ്ഞു ചട്ടികൾ ഇതേ മീനൂസ് എനിക്ക് എടുത്ത് തന്നിട്ട്, അപ്പോൾ ആ ചെടികളിലേക്ക് നടാനുള്ള മണ്ണിൽ ഞാനിതാ പ്രോട്ടീൻ മിക്സും പിന്നെ നമ്മുടെ മണ്ണും പിന്നെ അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയ ജൈവവളം കൂടി കുറച്ചിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. ജൈവവളം ഞാൻ ഓൾറെഡി വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ച ജൈവവളം ഉണ്ടത്. അപ്പോൾ അത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് ആ മണ്ണിലാണ് കേട്ടോ ഞാൻ ചെടികൾ നടണത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളത് മിക്സ് ചെയ്തെല്ലാം ചട്ടികളിൽ നിറച്ച് കഴിഞ്ഞ് ഇനി ഈ ചെടി ഇതിന്ന് വേർപ്പെടുത്തുക എന്നതൊരു ടാസ്ക് തന്നെയുണ്ട്. ആദ്യമൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ ഞാനിത് പഠിച്ചെടുത്തിട്ടാണ്. നമ്മൾ ചെടി പതുക്കെ തട്ടിക്കൊടുത്തിട്ട് ഇങ്ങനെ എടുത്താൽ മതി. ആദ്യമൊക്കെ ഞാൻ അങ്ങനെ തന്നെ പൊക്കിയെടുക്കും, വേരൊക്കെ ഇളകും, മണ്ണിളകും, അങ്ങനെ ഇരുന്നിട്ട് പതിവ്. അപ്പോൾ ഇതാ ഞാനതൊക്കെ പഠിച്ച് നല്ല അടിപൊളിയായിട്ട് വേരും മണ്ണൊന്നും ഇളകാതെ തന്നെ അടർത്തിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോരോ ചട്ടികളായിട്ട് നമുക്കിനി എല്ലാം നടണം. അപ്പോൾ നമ്മൾ ചെടികളെയൊക്കെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ ആ ചെടികളുടെ നടേണ്ട കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഘട്ടം ഘട്ടങ്ങളായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് മനസ്സിലാക്കോട്ടാം. ഇനി ഈ ചെടികൾ പിടിക്കൂ എന്നുള്ളൊരു ടെൻഷനാണ് കേട്ടോ എനിക്ക്. മാറ്റി നട്ട ചെടികൾ പിടിച്ച് കിട്ടുന്നൊരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ എല്ലാ ചെടികളും ഞാനിതാ തട്ടി വേരൊന്നും കളയാതെ എടുത്തെടുത്ത് എല്ലാം അത് നട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് നനച്ച് കൊടുത്ത് നമുക്ക് സൺസൈഡിൻ്റെ താഴെ കൊണ്ടുപോയി വെക്കാം, വെയിലൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്തൊക്കെ വെച്ചു. വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ടാറ്റാ, പിന്നെ കാണാം.